നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 110 110. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാം അധ്യായത്തിലെ 16-ാമത്തെ അധ്യായം പറയേണ്ടത് ശ്ലോകമാണ് പറയേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ 10, 11, 12, 13, 14, 15 6 ശ്ലോകങ്ങൾക്ക് ഒന്നായിട്ട് അർത്ഥം പറഞ്ഞിട്ട് നിർത്തുക ചെയ്തത്. അപ്പോൾ ഇവിടെ ഇന്ന് 16, 17, 18 3 ശ്ലോകങ്ങളൊപ്പം പോവും. ശ്ലോകം എന്താണെന്ന് നോക്കാം. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ ക്രൂരശ്ച ഉഗ്രസേനശ്ച രാമശ്ച അത്ഭുതവിക്രമ. എങ്ങനെയാണ് പദങ്ങൾ പിരിച്ചത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രത്യുപ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതീസുത പ്രഹർഷവേഗോശ്ച അസിതശയനാസന ഭോജനാം വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സ്വസുമംഗളൈ ശംഖതുര്യനിനാദേന ബ്രഹ്മഘോഷേണ ചാദ്യുത പ്രത്യുജ്ജങ്മൂരധൈർഹൃഷ്ട പ്രണയാഗത സാധ്വസ. ഇവിടെ 18-ാമത്തെ ശ്ലോകത്തിൽ 3 വരിയാണ്. അതൊക്കെ വ്യാസരുടെ താല്പര്യം, എങ്ങനെയാണ് ഗ്രാമർ അല്ലെങ്കിൽ അർത്ഥങ്ങളെ ഒപ്പിക്കേണ്ടത് അതൊക്കെ ഒപ്പിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യണത്. ചിലത് ഒരു വരി വരും. മനസ്സിലായില്ലേ? ഇനി പഞ്ചമസ്കന്ധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ശ്ലോകങ്ങൾ പോയിട്ട് പ്രോസാവും. കാരണം അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഒന്നുകൂടി പറയാം. നിശമ്യ പ്രേഷ്ടമായാന്തം വസുദേവോ മഹാമനാഃ അക്രൂരശ്ച ഉഗ്രസേനശ്ച രാമശ്ച അത്ഭുതവിക്രമം പ്രത്യുപ്നശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതീസുത പ്രഹർഷവേഗോച്ഛ്വസിതശയനാസന ഭോജനാം വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളൈ ശംഖതുര്യനിനാദേന ബ്രഹ്മഘോഷേണ ചാദൃത പ്രത്യുജ്ഞം മുരധൈർഹൃഷ്ട പ്രണയാഗത സാധ്വസ. ഈ 3 ശ്ലോകങ്ങൾക്ക് കൂടി നമ്മൾക്ക് വാക്കാർത്ഥം പറഞ്ഞ ഭാവാർത്ഥം പറയാം. ഏറ്റവും പ്രിയമുള്ള കൃഷ്ണൻ വരുന്നതായി കേട്ടിട്ട്, അതായത് മധുരയിലേക്ക് മടങ്ങി വരുന്നത് കേട്ടിട്ട് സന്തോഷവും ഉത്സാഹവും നിറഞ്ഞ മനസ്സോടുകൂടിയ വസുദേവനും അക്രൂരനും ഉഗ്രസേനനും രാജാവായിട്ടുണ്ടല്ലോ, അതിശയിക്കത്തക്ക പരാക്രമത്തോടു കൂടിയ രാമനും പ്രത്യുപ്നനും ചാരുദേഷ്ണനും ജാംബവതിയുടെ പുത്രനായ സാമ്പനും. അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ജാംബവതിയുടെ പുത്രനായ സാമ്പനും സന്തോഷത്തിൻ്റെ ശക്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട, നോക്കൂ, ശയനം ആസനം ഭോജനം, കടന്നുകൊണ്ടിരിക്കുകയാണ്, ഇരുന്നു കൊണ്ടിരിക്കുകയാണ്, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്സാഹഭരിതന്മാരെ എന്താ ചെയ്യുക? കിടക്കുന്നിടത്തുനിന്ന് നീക്കും, ഇരിക്കുന്നിടത്തുനിന്ന് ഓടും. ആഹാരം മതിയാക്കി കൈ കഴുകിയിട്ട് എന്താ ഈ അത്യുത്കൃഷ്ടമായ സന്തോഷ ആധിക്യത്തിന് കാരണം ആ വസ്തു എന്താണോ അല്ലെങ്കിൽ ആളാരാണോ അയാളെ സമീപിക്കും. അതാണ് എന്തുകൊണ്ട് സന്തോഷത്തിൻ്റെ ശക്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട ശയനം ആസനം ഭോജനം എന്നിവയോടുകൂടിയവരായിട്ട് ശോഭനമംഗളപദാർത്ഥങ്ങളെ എടുത്തിരിക്കുന്ന ബ്രാഹ്മണരോടുകൂടെ ശ്രേഷ്ഠമായ ആനയെ മുമ്പിൽ നടത്തിയിട്ട് ശംഖം തുര്യം ഇവയുടെ നാദത്തോടും വേദോച്ചാരണ ശബ്ദത്തോടും കൂടെ
ആദരവുള്ളവരും സന്തോഷിച്ചവരും പ്രണയത്താലാഗതമായ സംഭ്രമത്തോടുകൂടിയവരുമായിട്ട്. ആരോടാ പ്രണയം? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരോടാ പ്രണയം? കേശവനിൽ, ജനാർദ്ദനിൽ, അച്യുതനിൽ, ഗോവിന്ദനിൽ, ശ്രീകൃഷ്ണനിൽ, കൂടസ്ഥനിൽ, അന്തസ്ഥനിൽ, പരബ്രഹ്മത്തിൽ ആണ് നമ്മുടെ ശരിയായ പ്രേമം വേണ്ടത്. ആ പ്രേമം സാഫല്യമാവും. മറ്റ് പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ഏത് പദവിയിലായിക്കോട്ടെ, ഇപ്പോൾ സഹോദരി സഹോദരന്മാർ അവർ പെങ്ങൾക്ക് വേണ്ടി ജീവൻ കളയും, സഹോദരന് വേണ്ടി ജീവൻ കളയും. പക്ഷേ അച്ഛൻ നമ്മുടെ സ്വത്ത് വാങ്ങിച്ചാൽ രണ്ടാളും തെറ്റി. അപ്പം രണ്ടാളും ആദ്യം മുതൽക്ക് അച്യുതനിൽ, കേശവനിൽ, ഗോവിന്ദനിൽ ആണ് പരമപ്രേമം ഇതേപോലെ ആദരവും വെച്ചതുണ്ടെങ്കിൽ ജീവിതത്തിൽ ദുഃഖത്തെ തരുന്നതായ ഒരു സന്ദർഭം വരില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. അതുകൊണ്ടാണ് വേദോച്ചാരണ ശബ്ദത്തോടും കൂടെ ആദരവുള്ളവരും സന്തോഷിച്ചവരും പ്രണയത്താൽ ആഗതമായ സംഭ്രമത്തോടുകൂടിയവരുമായിട്ട് വാഹനങ്ങളോടുകൂടെ ഭഗവാനെ എതിരേറ്റു. യു ജസ്റ്റ് ഇമാജിൻ. അവിടെ നമ്മളുണ്ടെന്ന് വിചാരിക്കണോണ്ട് എന്താ നഷ്ടം? അപ്പോൾ ഈ ഇത്തരം വാക്കുകൾ കൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു അഭിനിവേശം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്, പ്രണയത്തിന് പ്രായം ഒരു ബാധ്യതയല്ല. പക്ഷേ ഞാൻ പറഞ്ഞു ആരോടായിരിക്കണം? അച്യുതനിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒരു 6, 8, 10 വയസ്സ് മുതൽ അച്യുതനോട് പ്രണയം തോന്നിയ സ്ത്രീ പുരുഷന്മാർക്ക് ജീവിതത്തിൽ നഷ്ടബോധം ഒരിക്കലും വരില്ല. ഇപ്പോൾ നഷ്ടബോധം മാത്രമായിരിക്കും. കാരണം എന്താ? ജീവനുള്ളവരെ നമ്മൾ പ്രണയിക്കും, അവരൊക്കെ കാലുവാരും. കാലുവാരാത്ത ഒരേ ഒരു ശക്തി വിശേഷം ഈശ്വരനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 6, 8, 10 വയസ്സിലെ അപ്പോൾ ആ ഭഗവാനെ എങ്ങനെ എതിരേറ്റു? ഇനി നമുക്കതിൻ്റെ ഭാവാർത്ഥം നോക്കാം. മഹാമനസ്കനായ വസുദേവൻ, അക്രൂരൻ, ഉഗ്രസേനൻ, അതിശയ പരാക്രമശാലിയായ ബലരാമൻ, പ്രത്യുപ്നൻ, ചാരുദേഷണൻ, ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ മുതലായവരെല്ലാം അതിപ്രേമമുള്ള ശ്രീകൃഷ്ണൻ വരുന്നുവെന്ന് കേട്ടിട്ടുണ്ടായ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ശയനം, ആസനം, ഭോജനം ഇവയെ വിട്ട് ഒഴിവാക്കി. ഊണും വേണ്ട, ഇരിക്കും വേണ്ട. ചിലവർ പകിട കളിക്കും, ചിലവർ റെസ്റ്റ് എടുക്കും. അപ്പോൾ ശയനം, ആസനം, ഭോജനം ഇവയെ വിട്ട് ശ്രേഷ്ഠങ്ങളായ ആനകളെ മുൻനിർത്തിക്കൊണ്ട് മംഗളപദാർത്ഥങ്ങളെ കയ്യിലെടുത്ത ബ്രാഹ്മണരോടുകൂടിയും ശംഖം, തുര്യം മുതലായ വാദ്യഘോഷങ്ങളോടും വേദഘോഷങ്ങളോടും കൂടെ ആദരവ്, സന്തോഷാധിക്യം, സ്നേഹാധിക്യം എന്നിവ നിമിത്തമുള്ള സംഭ്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തേരുകളോടുകൂടെ എതിരേറ്റു വന്നു. ഇവിടെ എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്നെ ബ്ലസ് ചെയ്തത് എങ്ങനെയാണ്? ഈ വായനാശീലം നന്നാക്കുക. എന്നിട്ട് അർത്ഥം പറയാൻ വേണ്ടി എന്ത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ശ്ലോകം ചൊല്ലുമ്പോൾ എന്ത് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മുമ്പ് കണ്ണ് യാത്ര ചെയ്യും. ആ കണ്ണുകൾ അക്ഷരങ്ങളെ പെറുക്കി നിൻ്റെ ബുദ്ധിയിലേക്ക് ഫീഡ് ചെയ്യും. അത് നീ ഉച്ചരിക്കുമ്പോൾ അതിനൊരർത്ഥം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിൻ്റെ കണ്ണുകളോട് ഒന്ന് ബാക്ക് വേർഡ് അടിക്കാൻ പറയാം. ബുദ്ധി അത് നിറവേറ്റും. 1, 2 ചിലപ്പോൾ 3 പ്രാവശ്യമൊക്കെ ബാക്ക് വേർഡ് ആൻഡ് ഫോർവേഡ് ചെയ്യേണ്ടി വരും, അർത്ഥം മനസ്സിലാവുന്നത് വരെ എന്നർത്ഥം.
ഇപ്പോൾ ഞാൻ വാക്കാർത്ഥം പറഞ്ഞു, ഭാവാർത്ഥം പറഞ്ഞു. അതിൽ ആനകളുടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പെട്ടെന്ന് എനിക്ക് പിടികിട്ടിയത്. ഇവിടെ ഞാൻ തന്നെ വാക്കാർത്ഥം പറയുമ്പോൾ ഒന്ന് ഭയപ്പെട്ടു. ഇത്രയൊക്കെ വൈശിഷ്ട്യമുള്ള ദ്വാരകയിൽ ഒരാനയുള്ളൂ? അല്ല, വാക്കാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായത്. മറ്റേതിൽ ശരിക്ക് ആനകളെ ശയനം, ആസനം, ഭോജനം ഇവയെ വിട്ട് ശ്രേഷ്ഠങ്ങളായ ആനകളെ മുൻനടത്തിക്കൊണ്ടെന്നാ. മറ്റോടത്ത് എന്താ, ഞാൻ നോക്കട്ടെ. ശയനം, ആസനം, ഭോജനം എന്നിവയോടുകൂടിയവരായിട്ട് ശോഭന മംഗള പദാർത്ഥങ്ങളെ എടുത്തിരിക്കുന്ന ബ്രാഹ്മണരോടുകൂടെ ശ്രേഷ്ഠമായ ആനയെ മുമ്പിൽ നടത്തിയിട്ടതാ. ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യല്ല, എൻ്റെ ഗുരുനാഥൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ കേമത്രം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിൽ ആ പ്രിൻറ്റിങ് മിസ്റ്റേക്ക്, കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് സംസ്കൃതം പിന്നെ എന്താ പറയുക, ഞാൻ യോഗ്യനൊന്നുമല്ല, സംസ്കൃതത്തിൽ പഠിച്ചിട്ടുമില്ല. അപ്പം ഇവിടെ പിന്നെ വാക്കാർത്ഥത്തിൽ വാരണേന്ദ്രം ആനയെ മുമ്പിൽ നടത്തിയിട്ടെന്നാ. നേരെ മറിച്ച് ഭാവാർത്ഥം വന്നപ്പോൾ ശ്രേഷ്ഠങ്ങളായ ആനകളെ മുൻനടത്തിക്കൊണ്ട്. ഇത് ഞാൻ പറയാണ്ട് പോയാൽ ഈ പുസ്തകം കയ്യിലുള്ള ആൾക്കാരെന്ത് പറയും? പട്ടാമ്പി അല്ലേ, അങ്ങനെ പറയില്ലേ? അപ്പോൾ എനിക്കും തെറ്റ് പറ്റാം. ആ തെറ്റിനെ തിരുത്താൻ ഞാൻ എന്നും ബാധ്യസ്ഥനാണ്. തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ് ഉത്തമമായ ജീവിത സന്ധാരണം. പ്രത്യേകിച്ച് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഫീൽഡിൽ ഇത് പലരും കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അവർക്കറിയാം എൻ്റെ പരിമിതികൾ എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ വേറൊരാൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. കാരണം ശ്രീഹരിയാണല്ലോ എല്ലാവരുടെയും ഉള്ളിൽ. അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങൾ കേൾക്കുന്ന ആരായിക്കോട്ടെ, എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞേണം. അടുത്ത എപ്പിസോഡിൽ ഞാൻ അത് തിരുത്തും. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 104, 105, 104 എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ പയ്യൻ സെക്കൻഡ് ഇയർ കോളേജിൽ പഠിക്കുന്ന ആളാണ്. അയാളെ വിളിച്ച് എങ്ങനെയെങ്കിലും അത് എഡിറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി ഒരു ശ്ലോകത്തിൽ പാരായണ തെറ്റിയത്. എന്നാൽ അത് നമുക്ക് രണ്ടാമത് പറയാം. 42 എപ്പിസോഡുള്ളത് 32 എപ്പിസോഡായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങനെ കട്ടായാലും കട്ടാവണില്ല. അത് ചുരുക്കത്തിൽ എന്ത് ചെയ്തു, തെറ്റ് വന്ന എപ്പിസോഡ് 10-27 ആൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ആദ്യം പറഞ്ഞു, എന്നിട്ട് ഒരു ദിവസം തന്നെ എയർ ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായൊരു ചാരിതാർത്ഥ്യം. എന്താ ചാരിതാർത്ഥ്യം? ഞാൻ എൻ്റെ തെറ്റിനെ ഹൈഡ് ചെയ്തില്ല. അതേപോലെയാണ് ഇപ്പോൾ കണ്ടത്. ഒരു സ്ഥലത്ത് ആന, ഒരു സ്ഥലത്ത് ആനകളെ എന്നുള്ളതാണ് ശരിയാവേണ്ടത്. കാരണം വാരണേന്ദ്രം എന്ന് പറഞ്ഞാൽ നല്ല തല എടുപ്പുള്ള ആനകളെ മുന്നിൽ നടത്തിയെന്നാ, മനസ്സിലായില്ലേ? അപ്പം എന്തായാലും ശ്രേഷ്ഠങ്ങളായ അപ്പോൾ ശ്രേഷ്ഠമായ ആനയെന്ന് മതിയല്ലോ. ആന എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണല്ലോ. ശ്രേഷ്ഠങ്ങളായ അത് ശ്രദ്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് സംഗതി പിടികിട്ടി. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം. 1980കളിൽ ST റെഡ്ഡിയാർ ആൻഡ് സൺസ് കൊല്ലത്ത് ഉള്ളൊരു പബ്ലിഷേഴ്സ് ഉണ്ട്, രാമായണവും കിളിപ്പാട്ട് ഭാഗവതമൊക്കെ. ആ കിളിപ്പാട്ട് ഭാഗവതത്തിൽ ആനുകാലികമായിട്ട് DTPയിലും അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ അർത്ഥവിന്യാസങ്ങൾ വരാവുന്ന
തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വർക്ക് ചെയ്തത് ഈ ചെറുശ്ശേരിൽ ആ കരുണാകരൻ പിള്ള എന്ന് പറഞ്ഞ മഹാനുഭാവൻ മാത്രം. അപ്പോൾ അദ്ദേഹം ഒരു 2000 ചില്ലാൻ മിസ്റ്റേക്ക് അതിൽ കണ്ടുപിടിച്ച് മൂലഗ്രന്ഥത്തിനോടുകൂടി തട്ടിച്ച് നോക്കിയിട്ട് അർത്ഥവിലോപം വരാത്ത രീതിയിൽ തെറ്റിത്തിരുത്തിയിട്ടുള്ളൊരു മഹാനാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം എന്നെപ്പറ്റി ഒരു കമൻ്റ് ചെയ്തു, പട്ടാമ്പി ഒന്നും വിചാരിക്കരുത്, വത്സല ശിഷ്യ എന്നൊക്കെയാണ്. അപ്പം എനിക്ക് വേണ്ടത്ര മലയാളം അറിവില്ല, സംസ്കൃതം ഇല്ല. പക്ഷെ ഒരു കാര്യത്തിൽ താൻ ജയിച്ചു. എന്താ? മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണേലേ അത് എനിക്ക് കിട്ടിയൊരു വൺ ഓഫ് ദി ഹയ്യസ്റ്റ് അവാർഡ് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടുകയെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ 2005 അദ്ദേഹം കാലഗതി പൂകിയത്. ഇപ്പോൾ 19 വർഷമായി അല്ലേ? 19 വർഷം കഴിഞ്ഞിട്ടും നല്ലൊരു കാര്യം വരുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ ഓർമ്മിക്കാണ്ടിരിക്കുക? അതുകൊണ്ടാണ് ആ 3 ശ്ലോകങ്ങളുടെ അർത്ഥം അവിടെ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കുക. വാരമുഖ്യാശ്ച ശതശോ യാനൈസ്തദർശനോത്സുകാഃ ലസൽ കുണ്ടല നിർബാധ കപോലവദനശ്രിയാം. അതൊരു ഒറ്റ ശ്ലോകമാണ് കേട്ടോ. വാരമുഖ്യാശ്ച സദശോ യാനൈസ്തദർശനോത്സുകാഃ ലസൽ കുണ്ഡല നിർബാധ കപോലവദനശ്രിയാ. എന്താ അതിനർത്ഥം? ശോഭയുള്ള കുണ്ഡലങ്ങളാൽ, അതായത് കർണാഭരണങ്ങളെന്നർത്ഥം, നിർബാധങ്ങളായ ഏറ്റവും ശോഭിക്കുന്ന കപോലങ്ങളോടും, കപോലങ്ങളെന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളെന്നർത്ഥം. ശ്രീകൃഷ്ണൻ്റെ മകരകുണ്ഡലങ്ങൾക്ക് പ്രഭ കിട്ടുന്നത് ഭഗവാന്റെ കവിൾത്തടത്തിൽ നിന്നാണ്. ഞാനും എന്നെ പോലെ ഉള്ള ശ്രോതാക്കളും, അല്ലെങ്കിൽ ഞാനിപ്പോൾ സുന്ദരനായിട്ടല്ല കേട്ടോ പറഞ്ഞത്, ഞാനും ഒരു കിടക്കനിട്ടുണ്ട്, ഒന്ന് പോയിരുന്നു സാറില്ല. ഇതിപ്പോൾ 2015 തിമലയിൽ ശിവക്ഷേത്രം പറഞ്ഞിട്ട് ഇവിടെ അമ്പലപ്പാറയിൽ പോയപ്പോൾ അയാൾ ഇതേമാതിരി കിടക്കനിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. താല്പര്യമുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഞാൻ. ഉടനെ മൂപ്പര് ഫോൺ ചെയ്ത് 3/4 മണിക്കൂറുള്ള ഒരാൾ വന്നു. അപ്പോൾ ഞാൻ എന്താവും ചോദിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ച് 500 രൂപയാണ് അന്ന് കുത്തിയതാ. പക്ഷെ അവർ ഒന്ന് പോയി, ഒരു കടുക്കനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടുക്കനിടുക, കമ്മലിടുക, കൊടുക്കടുക്കൻ ധരിക്കുക, അതൊക്കെ നമ്മുടെ മുഖത്തെ സൗന്ദര്യം വർദ്ധിക്കാനാണ്. എന്നാൽ ഭഗവാന്റെ കാര്യത്തിൽ ഭഗവാന്റെ കവിൾത്തടത്തിൻ്റെ മിനുസം ആണത്രേ മകരകുണ്ഡലങ്ങൾക്ക് ശോഭ കൊടുക്കുന്നത് എന്ന്. അത് ദേവന്മാരിൽ ഇങ്ങനൊരു കൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് ശ്രീകൃഷ്ണൻ. അത്രയും മന്മഥ അതാണ് ശരി. മന്മഥന്മാരിൽ മന്മഥനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ലസത്തുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭയുള്ള കുണ്ഡലങ്ങളെന്നർത്ഥം. ആ ശോഭയുള്ള കുണ്ഡലങ്ങളെയാണ് കർണാഭരണങ്ങൾ, ചെവിക്കുള്ള ആഭരണങ്ങൾ. അപ്പോൾ നിർബാധങ്ങളായ ഏറ്റവും ശോഭിക്കുന്ന കപോലങ്ങളോടും കവിൾത്തടങ്ങളോടും വദനങ്ങളുടെ, അതായത് മുഖങ്ങളുടെ സ്ത്രീയോടും ശോഭയോടും കൂടിയ അവൻ്റെ, അതായത് ഭഗവാന്റെ ദർശനത്തിൽ, കാഴ്ചയിൽ അതിതാല്പര്യമുള്ളവരായ വാരസ്ത്രീകളെന്ന് പറഞ്ഞെങ്കിൽ ആഴ്ചയിൽ അങ്ങനല്ല. വാരസ്ത്രീകളെന്ന് പറഞ്ഞാൽ ആഢ്യത്തിലുള്ളവരെന്നാണ് അർത്ഥം പറയണം. വാരസ്ത്രീകൾ വാഹനങ്ങളോടുകൂടെ അനേകം പേർ, അവസാനിച്ചിട്ടില്ല, ഈ 2 പേർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിർത്തി. അത് അടുത്ത ശ്ലോകത്തേക്കും വരും. അപ്പം നോക്കാം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഭാവാർത്ഥം
അതിപ്രഭയുള്ള കർണാഭരണങ്ങൾ കൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്ന കവിൾത്തടങ്ങളാൽ ഉജ്ജ്വലിക്കുന്ന മുഖശ്രീയോടുകൂടിയ സ്ത്രീകൾ. അപ്പോൾ ഭഗവാന്റെ പത്നിമാരാണല്ലോ അവിടെ. എത്ര? 16,108 എന്നാ. ചിലപ്പോൾ ഞാൻ തന്നെ 16,008 എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം അത് തെറ്റാ. 16,108. അപ്പം എനിക്ക് ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ എടോ ഒരു മിസ്റ്റേക്ക് കൂടി താനാരാ എൻ്റെ 100 പ്രണയിനിമാരെ കമ്മിയാക്കാൻ. അപ്പോൾ ഞാൻ സൈമിൾട്ടേനിയസ്ലി 18 പുരാണങ്ങളിലുള്ള മഹാഭാഗവതം വാക്യം ഉണ്ടാവുന്നൊരു താല്പര്യം അതിൽ ശരിക്ക് വളരെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16,100 പ്ലസ് 8 ആൾക്കാർ 16,108. അപ്പോൾ അവരുടെയൊക്കെ ഭാഗ്യം ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാന്റെ കവിൾത്തടം എങ്ങനെ, അതേപോലെ തന്നെ അവരുടെയും കവിൾത്തടം എന്ന് പറയണം. അതുകൊണ്ടാണ് സ്ത്രീകളെ ശ്രീകൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്യുത്സാഹത്തോടെ ഓരോ വാഹനങ്ങളിലിരുന്ന് അനേകം പേർ വന്നു എന്നാ. അപ്പോൾ ഇവിടെ പിന്നെ വാക്കാർത്ഥത്തിൽ അത് വന്നിട്ടില്ല, ഈ വന്നു എന്ന് വന്നിട്ടില്ല. ശതശ എന്ന് പറഞ്ഞാൽ അനേകം പേർ എന്നാണ്. അപ്പോൾ അത് വന്നു എന്നുള്ളത് ഇവിടെ അപ്പോൾ ശരിയായി, വർഷമല്ലേ. അപ്പോൾ അത് ഇതേമാതിരി ചെറിയൊരു ഒമിഷൻ അത്ര വെച്ചാൽ സാറില്ല. ഇനി 20ാമത്തെ ശ്ലോകങ്ങൾ. അപ്പോൾ ഇവിടെ അനേകം വാഹനങ്ങളിലിരുന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മട്ടുപ്പാവുകളിലിരുന്നെന്നാ. മട്ടുപ്പാവുകൾ അതായത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെ, ബാൽക്കണി. ഈ ഹിന്ദിയിൽ പറഞ്ഞാൽ വേഗം മനസ്സിലാവും, ഞാൻ ബോംബെക്കാരനാവുകയാണ്. ബാൽക്കണി അല്ലേ. അപ്പോൾ ബാൽക്കണിയിലിരുന്ന്, എന്നാൽ ബാൽക്കണിയിൽ തുറസായ ബാൽക്കണി അല്ല, റോട്ടിൽ കൂടെ പോകുന്നവർക്ക് അവരെ കാണാം, സ്ത്രീകളെ കാണാൻ പറ്റില്ല, അവർക്ക് നമ്മളെ കാണാം. ഏറെക്കുറെ നമ്മുടെ തൃപ്പൂണിത്തറ ഉത്സവത്തിന് അല്ലേ, രാജകുടുംബാംഗങ്ങൾക്ക് ഇരുന്ന് പ്രൊസഷൻ കാണാൻ സാധിക്കുന്ന രീതിയിൽ അഴിയും കുറ്റിയായിട്ട്, അല്ലെങ്കിൽ മനകളിലുള്ള ജനലുകൾ, അകത്ത് അന്തഃപുരത്തിരിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് നമ്മളെ കാണാം. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണം. അപ്പം ഇനി 20ാമത്തെ ശ്ലോകം പറയണു. നടനർത്തക ഗന്ധർവാ സൂതമാഘതവന്ദിതാം ഗായന്തി ച ഉത്തമശ്ലോകചരിതാൻ ചരിതാനി അത്ഭുതാനി ച. അവിടെ അത്രയേ ഉള്ളൂ, അത്ഭുതാനി എന്നാ, അത്ഭുതം. നർത്തക ഗന്ധർവാ സൂതമാഘതവന്ദിതാം ഗായന്തി ച ചരിതാൻ അത്ഭുതാനി ച. അതിൻ്റെ വാക്കാർത്ഥം നടന്മാർ. ഈ നടന്മാരെന്ന് പറഞ്ഞെന്താ, ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു 1/2 മിനിറ്റ് കണ്ട നടൻ അങ്ങനെ പറയരുത്. നടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംസ്കൃതം അറിയാണ്ട് പോയി. നടൻ എന്ന് പറഞ്ഞാൽ നവരസം അഭിനയിക്കുന്ന കളിക്കാർ എന്നാണ്. നവരസം. ഇപ്പോൾ കഥകളിയിലെ നടനും സീരിയലിലെ നടനും കൂടിയിട്ട് വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ കഷ്ടകാലത്തിന് സീരിയലിൽ നടിക്കണവർക്ക് ഒരു ദിവസം 35,000, 40,000, 20,000 ഒക്കെ കിട്ടും. കഥകളിക്കാർക്കോ വളരെ തുച്ഛമാണ്. അതൊക്കെ ഇന്നത്തെ വ്യവസ്ഥകൾ. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ മെയിൻ ഗുരുവായൂരത്തെ ഫണ്ട് ഉപയോഗിച്ച് കഥകളിയൊക്കെ നടത്തി ഈ നടന്മാരുടെ, വാദ്യക്കാരുടെ, പാട്ടുകാരുടെ ഒക്കെ ജീവിത ശൈലിക്ക് ഒരു സാവകാശം കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. മനസ്സിലായില്ലേ? അപ്പം നവരസം അഭിനയിക്കുന്ന കളിക്കാർ, നർത്തകന്മാർ, താളം പിടിച്ച് താണ്ഡവം ചെയ്യുന്നവർ. ഈ ഡാൻസ് അറിയും. അതിങ്ങനെ ജോമെട്രിക്കൽ ടൈപ്പിൽ അല്ലെങ്കിൽ ക്രോച്ച് മാതിരി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ല,
താളം പിടിച്ച് താണ്ഡവം ചെയ്യുന്നവരെന്ന് താളബോധം ഉണ്ടായിരിക്കണം ഈ നർത്തകന്മാർക്ക്. ഗന്ധർവന്മാർ ആണ് പാട്ടുകാരൻ. സൂതന്മാർ എന്ന് പറഞ്ഞാൽ പൗരാണികന്മാർ, സൂതന്മാർ. മാഗധന്മാർ വംശമഹിമയെ കീർത്തിക്കുന്നവർ. വന്ദികളെന്ന് പറഞ്ഞാൽ അവസരോചിതമായി സ്തുതിപ്പാൻ തക്ക പരിശുദ്ധ ബുദ്ധിശാലികൾ. അവസരോചിതമായിട്ട് വേണം സ്തുതിക്കാൻ. ആശ്ചര്യകരങ്ങളായ ഉത്തമ ശ്ലോകൻ്റെ അജ്ഞാന അന്ധകാരം നശിപ്പിക്കുന്നതിന് സമർത്ഥമായ യശസ്സോടുകൂടിയ ഭഗവാന്റെ ചരിതങ്ങളെ, അതായത് വ്യാപാരങ്ങളെ പാടുകയും ചെയ്തു. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ ചെറുതാണ്. നടന്മാർ, നർത്തകന്മാർ, പാട്ടുകാർ, സൂതന്മാർ, മാഗധന്മാർ, വന്ദികൾ എന്നിവരെല്ലാം, അതൊക്കെ അർത്ഥം പറഞ്ഞു അവരാരാന്നുള്ളത്, എന്നിവരെല്ലാം അകമ്പടിയായി നടക്കുക മാത്രമല്ല ഉത്തമ ശ്ലോകനായ ശ്രീകൃഷ്ണൻ. ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ക്രെഡൻഷ്യൽ ഇല്ല. ശ്രീകൃഷ്ണൻ്റെ അത്ഭുത ചരിതങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനി 21ഉം 22ഉം ശ്ലോകങ്ങളൊപ്പം പോവും. അതെങ്ങനെ? ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം. അവിടെയൊക്കെ പിരിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാധതേ. ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം. യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാധതേ. 22ാമത്തെ ശ്ലോകം. പ്രഹ്വാഭിവാദനാശ്ലേഷ കരസ്പർശസ്മിതേക്ഷണൈ ആസ്വാസ്യ ച അശ്വഭാഗേഭ്യോ വരൈശ്ച അഭിമതൈർവിഭു. പ്രഹ്വാഭിവാദനാശ്ലേഷ കരസ്പർശസ്മിതേക്ഷണൈ ആസ്വാസ്യ ച അശ്വഭാഗേഭ്യോ വരൈശ്ച അഭിമതൈർവിഭു. ഈ 2 ശ്ലോകത്തിൻ്റെ അർത്ഥം, അവിടെ കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ സാദരം പോയിട്ട് വിധിപ്രകാരം വണക്കം, വന്ദനം, ആലിംഗനം, കരസ്പർശനം, മന്ദഹാസം, നോട്ടം എന്നിവ കൊണ്ട്. അതൊന്ന് വിവരിക്കാം. എങ്ങനെ? അതായത് ഈ സന്ദർഭത്തിൽ അവിടെ കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ സാദരം പോയിട്ട് വരി തെറ്റിച്ചു പോയി ഭഗവാൻ. അവിടെ ഇവിടെയും കാണുന്നവരർത്ഥമൊക്കെ പോവും. എന്നിട്ട് എന്തു ചെയ്യും? യഥാവിധി, വിധിപ്രകാരം ചിലവരെ കാണുമ്പോൾ വണക്കം പറയും, വണങ്ങും. പിന്നെ വണക്കം എന്ന് പറയും, ചിലവരെ വന്ദനം. വണക്കും വന്ദനം കൂടിയിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. വെറുതെ എനിക്കറിയുമെന്ന് ഞാൻ പറയില്ല. ഞാൻ വണക്കം, വന്ദനം എന്താണെന്നുള്ളത് അറിയില്ല എനിക്ക്. എന്നാലും രണ്ടും വേറെ എനിക്കിപ്പോൾ മനസ്സിലായി. വണക്കം, വന്ദനം, ആലിംഗനം അതെനിക്കറിയാം. ഇപ്പം കാണുന്നവരെ നമസ്തേ പറയണതും ചിലപ്പോൾ കുമ്പിട്ട് പറയണതിനും കൂടി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആലിംഗനം, ചിലവരെ ആലിംഗനം ചെയ്തിട്ട്, ചിലവരൊക്കെ കരസ്പർശം, കൈ പിടിച്ച്, അവൻ്റെ കൈ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തലൂടുക, കരസ്പർശനായി. വേണമെങ്കിൽ ഷേക്ക് ഹാൻഡ് എന്നും പറയാം. പിന്നെ മന്ദഹാസം, ചിലവരെ നോക്കുമ്പോൾ ഒരു മന്ദഹാസം, ഒരു പുഞ്ചിരി. പിന്നെ ചിലവരെ കാണുമ്പോൾ നോട്ടം, ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരോട് പെരുമാറുന്നതിലുള്ള അവസ്ഥകളാണ്. എന്തിന് ലായ്ക്കാണ്, അതേ കിട്ടുള്ളൂ. മറ്റാൾക്ക് ആലിംഗനം കൊടുത്തു, എനിക്കിത് ആലിംഗനം ഇല്ല, അത് പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. പരമശയോ അപ്പോൾ വണക്കം, വന്ദനം, ആലിംഗനം, കരസ്പർശം, മന്ദഹാസം, നോട്ടം എന്നിവ കൊണ്ട് എല്ലാവർക്കും മാനത്തെ കൊടുത്തു. മാനത്തെ കൊടുത്തു കൊണ്ട് ആകാശം കൊടുത്തു എന്നല്ല, അവരർഹിക്കുന്ന ആദരവ് എക്സ്പ്രസ് ചെയ്തു, സ്നേഹം.
അതാണ് ദുരാഭിമാനം പാടില്ല, ആത്മാഭിമാനമാവാം. അപ്പോൾ പറഞ്ഞു അഭീഷ്ടവരങ്ങൾ കൊണ്ട് ഓരോരുത്തരും എന്താ ആഗ്രഹിക്കുന്നു, അഭീഷ്ടവരങ്ങൾ കൊണ്ട് ചണ്ടാലന്മാർ വരെയുള്ളവർക്ക് അശ്വപാകേഭ്യ, കുതിര എന്നുള്ളതൊന്നും വരരുത് വായിൽ, ചണ്ടാലന്മാർ വരെയുള്ളവർക്ക്. അപ്പം മനസ്സിലായില്ലേ, ഭഗവാന് ബ്രാഹ്മണനെന്നോ ചക്രവർത്തിയെന്നോ രാജാവെന്നോ പ്രഭുവെന്നോ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ വ്യത്യാസമൊന്നും ആർക്കുമില്ല. അതാണ് ചണ്ടാലന്മാർ ഉള്ളവരെ ആശ്വസിപ്പിച്ചിട്ട് മാനത്തെ നൽകി, അതായത് അവരവരറിയിക്കുന്ന ആദരവിനെ നൽകി. ഇതൊക്കെ നമ്മൾക്ക് ഉപദേശമാണ്. ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി എൻ്റെ ഭാവാർത്ഥം പറയാം. അപ്പോൾ പ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അരികെ വന്നിരിക്കുന്ന പട്ടണവാസികളോട് വിധിപ്രകാരം കൂടി ചേർന്ന് ചിലരുടെ നേരെ തലയാട്ടിയും, അതുകൊണ്ട് മറ്റേത് തലയാട്ടിയെന്ന് പറഞ്ഞിട്ടില്ല, അത് ഈ വണക്കം വന്ദനത്തിലൊക്കെ ഉണ്ടാവും. കുനിഞ്ഞിട്ടെന്ന് പറഞ്ഞു ഞാൻ, അത് ചിലപ്പോൾ ഈശ്വരൻ്റെ പ്രേരണയാവാം. അപ്പോൾ തലയാട്ടിയും ചിലരോട് ചില വാക്കുകൾ പറഞ്ഞും ചിലരെ വന്ദിച്ചും ചിലരെ ആലിംഗനം ചെയ്തും കൈകൾ കൊണ്ട് തലോടിയും, കരസ്പർശം അതും ആവാം, പാറ്റിങ്, മന്ദഹസിച്ചും കരുണാപൂർവം കടാക്ഷിച്ചും ആഗ്രഹിച്ച വരങ്ങളെ നൽകിയും ആശ്വസിപ്പിച്ചും അവർക്ക് ഗൗരവത്തെ നൽകി. മാനം എന്ന് പറഞ്ഞാൽ ഗൗരവം, അവരറിയിക്കുന്ന താല്പര്യം എന്താ വെച്ചാൽ അത് ഗൗരവത്തെ നൽകി ചണ്ടാലൻ വരെയുള്ള ഏവരെയും ഈ വിധം സന്തോഷിപ്പിച്ചു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ഇന്നലെ മുതൽക്ക് അഷ്ടോത്തര നാമാവലി പറഞ്ഞിട്ട് ഒരു ഐറ്റം തുടങ്ങിയിട്ടുണ്ട്. അറിയുന്ന ദേവീദേവന്മാരുടെ അഷ്ടോത്തര നാമാവലി എങ്ങനെയാണ്, അത് കുട്ടികളെയൊക്കെ വായിക്കാൻ പ്രചോദനം കൊടുത്താൽ തർക്കമില്ല, അത്രയേ ഉള്ളൂ. ആർക്കാണ് ഉപകാരം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയായാലും എൻ്റെ ഉദ്ദേശം ഏവർക്കും ശ്രീഹരി ഭക്തി ഉണ്ടായി ജീവിതത്തിൽ ശ്രേഷ്ഠത അനുഭവിച്ച് ധർമാർത്ഥകാമ മോക്ഷം അനുഭവിക്കുമാറാവട്ടെ എന്ന സനാതന ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ ആഗ്രഹാഭിലാഷം ആണത്. അത് സാധൂകരിക്കപ്പെടട്ടെ എന്ന് ഹൃദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.